അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അടുത്തുള്ള ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിൽ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ കയറി അവിടെ ഓണായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, സ്പെഷ്യൽ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. ഫ്രൂട്ട്സിൻ്റെ സൈഡൊന്നും ഒട്ടും തിരക്കില്ല ഗൈസ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നമുക്ക് നടന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ പറ്റി. പിന്നെ അപ്പുറം സൈഡൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ കുറച്ച് പഴവും ഇതൊക്കെ എടുത്തു. ഒന്നത് സദ്യയല്ലേ, സദ്യയുടെ കൂടെ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ പഴമൊക്കെ എടുത്തു. പിന്നെ മെയിനായിട്ട് സദ്യയിൽ വേണ്ട കാര്യമാണ് വാഴയില. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാഴയിലൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഓരോന്ന് പറയണ്ടേ, ദേവുട്ടി അത് എടുക്ക് ഇത് എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഓക്കെ മമ്മി എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് അമ്മ പറയാ ദേവുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ ഓണം അല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ദേവുട്ടിയുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം മമ്മിക്ക് വിഷമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം ഞാനെടുത്തു, ചോക്ലേറ്റ്സ് എടുത്തു. വേറെ ഒരു വിഷമം മമ്മിക്ക് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നന്ദു നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ എന്ന്. അപ്പം നന്ദു പറയാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോളിൻ്റെ ഉള്ളിൽ തന്നെ തിയേറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് സിനിമയ്ക്ക് വന്നു. അപ്പം നന്ദു സിനിമ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ പാപ്പ ഉള്ളി പൊളിക്കാനുണ്ട്. ഇപ്പോൾ ഞാനും കരുതി കുറച്ച് ഉള്ളി ഞാനും വരിടാന്ന്. അപ്പോൾ പിന്നെ കൂട്ടപ്പറക്കലായി, ആരാദ്യം ഇട്ട് തീർക്കുന്നു വിചാരിച്ചിരിക്കുക. അപ്പോൾ നന്ദു പറഞ്ഞു ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പപ്പയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്നൊരു വശക്കേടായി. അങ്ങനെ ഞങ്ങൾ നടന്ന് എവിടെ നിന്ന് തപ്പുമായിരുന്നു ഞങ്ങൾ തിയേറ്റർ. അങ്ങനെ കുറേ തപ്പി അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിന്ന് വിചാരിച്ചു മറ്റേ കല്യാണി പ്രിയദർശൻ്റെ ഇപ്പോൾ ഒരു ഹിറ്റായിട്ടുള്ള മൂവി ഉണ്ടല്ലോ, നല്ല റിവ്യൂസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കാണുന്നത് ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ്സൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഞങ്ങൾ കയറി. അവിടെ എന്താണെന്നറിയില്ല, ഓണായതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അതിൻ്റെ ഉള്ളിൽ തലയിട്ട ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ കല്യാണി പ്രിയദർശൻ നിൽക്കുന്ന കണ്ടില്ലേ, രക്ഷയില്ല, അവൻ ഫാനാണ്. പിന്നെ അത് കഴിഞ്ഞ് വിചാരിച്ചു നന്ദു ഒരു പോപ്കോൺ വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദു പറയാം സിനിമ ഇച്ചിട്ടെങ്കിലും തുടങ്ങട്ടെ ഇടിന്ന്. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയത് 8ലാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറാൻ പോയപ്പോൾ സെക്യൂരിറ്റി പറയാ അങ്ങോട്ട് മാറി നിൽക്കുക, ഇപ്പോൾ ഒന്നും കയറാറായിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പേര് അകത്തേക്ക് പോകാനുണ്ട്. ഇപ്പം ഞാനും പുറകെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഫുൾ ഇരുട്ടാണ് കേട്ടോ, ആരും വന്നിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റായിട്ട് കയറി അങ്ങോട്ട് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സിനിമ തുടങ്ങി ഗൈസ്. ഒരു രക്ഷയില്ല, കിടിലം പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് കാണുമെന്ന് വെച്ചാൽ ഞാൻ കാണും. അതിൻ്റെ ഹാങ് ഓവറിൽ മാറാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ ബൈ.